അനിഷൻ ഇൻട്രോ പറ. ഞാൻ എന്തോ ഇൻട്രോ പറയുന്നെന്ന് വെച്ചാ പറ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു അങ്ങനല്ല പറ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. കറക്റ്റ് ആയിട്ട് ഹലോ പറ. ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനു ലക്ഷ്മി. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾക്ക് എവിടെ പോവാനുണ്ട്? ഹോസ്പിറ്റൽ. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാനുണ്ട്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് മോളിൽ പോയി എക്സസൈസ് ഒക്കെ ചെയ്തു. ഇനിയിപ്പം അനിശ്വരൻ ചായ കുടിക്കുന്നു, അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നു, അമ്മ കറി ഉണ്ടാക്കുന്നു. എന്നാ പിന്നെ മസാജ് നിർത്താം. അപ്പോൾ ചായ കുടിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ പോയി ഓടിപ്പോയി കുളിച്ച് റെഡി ആയിട്ട് വരും. ഇന്ന് നമുക്ക് ആക്ച്വലി പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇന്ന് വലിയ ടെൻഷനൊന്നുമില്ല. സാധാരണ നമ്മുടെ ആദ്യത്തെ സ്കാനൊക്കെ പോകുമ്പോഴായിരുന്നു ടെൻഷൻ. ഇപ്പം കുഞ്ഞ് നല്ലോണം ചവിട്ടും. ജസ്റ്റ് ഒരു ഡോക്ടറിനൊരു ചെക്കപ്പ് ലൈക്ക് റുട്ടീൻ എല്ലാ വീക്കും നമ്മൾ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കിന് എനിക്ക് TSH കുറച്ചിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മളത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. രണ്ടാമത് ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ കൂടുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു മെഡിസിൻ കഴിച്ചു തുടങ്ങാം. പക്ഷേ നമുക്ക് TSH വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി കുറച്ച് നേരം മുമ്പേ മസാജ് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ തലയിലും കൊണ്ട് ഞാൻ കുറച്ച് എണ്ണ തേക്കണം, ഓടിപ്പോയി കുളിക്കണം. ഇപ്പം തന്നെ സമയം 9:30 ആവാറായി. എന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങാം. ഞാൻ എൻ്റെ തലയിലും കൂടെ കുറച്ച് എണ്ണ തേച്ചിട്ട് ഞാൻ അനീഷനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കാൻ കൊടുക്കും. എന്നുവെച്ചാൽ മുടിക്ക് നീളം കൂടുതലായതാണെങ്കിൽ നമുക്ക് പാർട്ടീഷൻ എടുത്ത് നമ്മൾ ചെയ്യുന്ന അത്ര സ്പീഡിൽ ചിലപ്പം എണ്ണ ഫുള്ള് തേക്കാനായിട്ട് പാടാണേ. അതുകൊണ്ട് ഞാൻ തേച്ചിട്ട് അനീഷൻ്റെ കൊടുക്കും. ആദ്യത്തെ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 മാസം വരെയും കുഞ്ഞിൻ്റെ അനക്കമൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. എന്നുവെച്ചാൽ കുഞ്ഞ് ഭയങ്കര കുഞ്ഞല്ലേ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് അനക്കം അറിയാവുന്ന സത്യം പറഞ്ഞാൽ ടെൻഷൻ കുറച്ചുകൂടെ കുറവാട്ടോ. എന്നുവെച്ചാൽ നമുക്കറിയാം കുഞ്ഞ് ആക്റ്റീവാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഞാൻ കറക്റ്റ് എണീക്കുന്ന സമയമാകുമ്പോൾ തൊട്ട് അനക്കം തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അനങ്ങും. പിന്നെ എപ്പോഴാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ സമയത്താണ് കൂടുതൽ. ചില സമയത്തൊക്കെ ഉള്ളൂ നമ്മൾ നടക്കുന്ന സമയത്തും അനങ്ങുന്നത്. എൻഡിൽ നമ്മളിങ്ങനെ ഒഴിക്കും. അനീഷയുടെ മുടിയിൽ ആക്ച്വലി പുരട്ടാൻ കുറച്ച് എണ്ണ മതി. പക്ഷെ എൻ്റെ മുടിയെ പുരട്ടി വരുമ്പോഴത്തേക്കിന് കുപ്പി മൊത്തം തീരും. പാവ അനീഷേട്ടൻ ഇതുവരെ ആരുടെയും തലയൊന്നും മസാജ് ചെയ്ത് കൊടുക്കാത്തായിരുന്നു. ഇല്ല അനീഷേട്ടൻ? ഇന്ന് നമുക്ക് രാവിലെ ഫുഡ് കഴിക്കാനായിട്ടുള്ളത് അമ്മ ചപ്പാത്തിയാണ് അമ്മ ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളിയും മറ്റേ നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണ്. പക്ഷെ ഇതിനകത്ത് മറ്റേ ഇത് ഒഴിച്ചിട്ടുണ്ട് അമ്മ, മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്, മറ്റേ മിൽക്ക് പൗഡർ അല്ലേ, അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയുണ്ട്. മുട്ട ഇവിടെ നമ്മൾ 6 വേണ്ടി വെച്ചിട്ടുണ്ട് മുട്ട. പിന്നെ ഞങ്ങളാണ് മിക്കവാറും ഇവർ റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വരാൻ ലേറ്റാണ്. ഞങ്ങളല്ല, ഞാൻ പോരെ. കറക്റ്റായി, ഇപ്പം കറക്റ്റായില്ലേ? അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പം അമ്മ ഇപ്പോഴത്തേന് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിയും. ഇത് ഞാൻ രാവിലെ കുടിക്കുന്ന പാൽ. എനിക്ക് മാത്രം ഒരു ഉണ്ടാവുന്നതാണ് പാൽ ഇവിടെ എടുക്കുന്നത്. ശരിയാ, പകുതിയേ ഉള്ളൂ. എനിക്ക് ചൂട് വേണമെന്ന് എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചൂടില്ലാത്ത സാധനം ഞാൻ കഴിക്കും, കുടിക്കും. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അനീഷനും പോയി കുളിച്ചിട്ട് വരാം. നമുക്കിന്ന് ഡോക്ടറിനെ കാണണം. ഇന്ന് കുഞ്ഞാവെ നമുക്ക് കാണാൻ പറ്റും. പണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അനീഷേട്ടാ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൊത്തം കാണാൻ പറ്റും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഇങ്ങനെ ഉരുട്ടി ചെയ്യണം, എന്നാലും നമുക്ക് തലയും ബോഡിയും കാലും എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ചപ്പാത്തിയും ഇതെന്തായിരുന്നു അനീഷേട്ടാ? ഉള്ളിക്കറിയും മുട്ടയും ഹോർലിക്സും അമ്മയും അച്ഛനും അനീഷേട്ടൻ്റെ പകുതിയെ കണ്ടുള്ളൂ. അടിപൊളി ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചാണ്, നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ നല്ലപോലെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് റെഡിയാവാം. ഇത് ഞാൻ ആക്ച്വലി എനിക്ക്
അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇപ്പോൾ സ്ട്രെച്ച് മാർക്സ് ഉണ്ട്. അപ്പം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നൊരു ക്രീമാണ് സ്ട്രെച്ച് റെഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ തേക്കാം. ഞാൻ എണ്ണയും തേക്കുന്നുണ്ട്, ഇതും തേക്കുന്നുണ്ട്. പക്ഷെ വലുതായിട്ട് വലിയ കുറവൊന്നും ഞാൻ കാണുന്നില്ല. മേ ബി ഇത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കുറവ് വരുന്നത്. നമുക്ക് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യാം. ത്രെഡൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അനീഷേട്ടാ. നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അനീഷ സൺസ്ക്രീൻ ഇട്ടോ? ഇതൊക്കെ ഇടണ്ടേ? ഇൻസൈറ്റിൻ്റെ കൺസീലറുണ്ട്. കൺസീലർ വെച്ചിട്ട് കണ്ണിൻ്റെ അടിഭാഗം മാത്രം ഞാനിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കും. എൻ്റെ കഴുത്തൊക്കെ ചെറുതായിട്ട് കണ്ടോ കറുത്ത് വരുന്നുണ്ട്. അണ്ടർആംസും അത്യാവശ്യം നല്ല രീതിയിൽ കറുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ അനീഷേട്ടാ? യെസ്. നമുക്ക് കണ്ണെഴുതാം. നമ്മൾ വാലിട്ട് കണ്ണെഴുതുകയാണ്. വാലിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുവാണേ. കറുത്ത വലിയ പൊട്ടാണ്. നമ്മുടെ ബാഗ് എടുക്കണം. ബാഗിനകത്ത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഫയലുണ്ട്. ഹോസ്പിറ്റലിലെത്തി ഇനി എന്താ മറ്റേ സ്ലിപ്പൊക്കെ എടുത്ത് ഡോക്ടറിനെ കാണണം. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ നിഷേട്ടാ? ഞാനിവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും കണ്ട ഒരാളാണ്. പേരെന്നാ? അനീക. അനീക ഭയങ്കര സ്റ്റാറാണെന്നാണ് നമ്മുടെ ഡോക്ടർ പറയുന്നത്. അനീക ചേച്ചിയുടെ എന്ത് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പം മുമ്പേ ഞങ്ങളുടെ ഇവിടെ കുറേ നേരമായി ഞങ്ങൾ ഇവിടെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? യൂട്യൂബർ ആകും എന്തൊക്കെയുണ്ടോ പറഞ്ഞത്? എനിക്ക് ആഗ്രഹം ഒരു 8th 10th ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു യൂട്യൂബർ ആണ്. എന്നിട്ട് 11th ഒക്കെ ആകുമ്പോഴത്തേക്ക് 20 million ഒക്കെ അടിക്കണം എന്ന് ആഗ്രഹം. 20 അല്ലെങ്കിൽ 21 ഒക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ആഗ്രഹം ഈ ചിലവരിങ്ങനെ യൂട്യൂബേഴ്സ് എടുക്കുമ്പോൾ പാളിപ്പോറുണ്ട്. അതുപോലെ എനിക്ക് ആവരുത്. എനിക്ക് ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഒരു 1K ഒക്കെ വേണം. ലൈക്ക് എല്ലാം വളരെ ക്ലിയറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അഥവാ എൻ്റെ ഇത് യൂട്യൂബറിൻ്റെ ഇത് പൊട്ടിപ്പോവാണെങ്കിൽ ഞാൻ ഫാഷൻ ഡിസൈനർ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ ആകും. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യനായിട്ട് ഈ 3 നിലയുള്ള ഒരു ബൊട്ടീക്കൊക്കെ തുടങ്ങിയിട്ട് അതിലെ നടുക്കത്തെ നിലയിൽ ഈ ബ്രൈഡ്സിനെ മാത്രം ഒരുക്കുന്ന സ്ഥലവും താഴെ ആക്സസറീസും മുകളിൽ ഈ തുണിയൊക്കെ തയ്ക്കുന്നതും പിന്നെ റെഡിമെയ്ഡും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. എനിക്കിപ്പോൾ 28 വയസ്സായിട്ട് പോലും ഇത്തരം പ്ലാനുകളില്ല. 6ാം ക്ലാസ്സിൽ എത്രയാണ്? 4 4 ഫുൾ ഫ്യൂച്ചർ പ്ലാൻസ്. ഹലോ ചേച്ചി പ്രസവം കഴിഞ്ഞിട്ട് വെച്ചോ വെച്ചോ? അല്ല അവൾ കഴിച്ചോട്ടെ. അല്ലെ ഡോക്ടർ എനിക്ക് സ്നേഹത്തോടെ ചേച്ചിട്ട് ഇത് ഗർഭിണിയായിരിക്കുമ്പോ ഒരു കഴിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരെണ്ണം കഴിച്ചോ? കുഴപ്പമില്ല. നമുക്കും ഒരു ലൈഫ് വരുമ്പോൾ ഇഷ്ടമുള്ളത് കഴിക്കണം. കഴിച്ചങ്ങ് അഭിമാനിക്കണം. നമ്മൾ മറ്റൊരാളുടെ ഇതിൽ നിൽക്കരുത്. എന്ന് വെച്ചാൽ ഡോക്ടർ പറയുന്നത് കേൾക്കണം. കഴിച്ചേ കഴിക്കാം. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഞാൻ വലിയുണ്ടായിരുന്നു 40ൻ്റെ ഒക്കെ കഴിക്കാം. ക്രാക്കുകളില്ലേ അതും 40 രൂപയും കൊണ്ടുതരാം. എൻ്റെ വീഡിയോസൊക്കെ ഇത് എൻ്റെ ഏതെങ്കിലും വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇടുന്നത് ഞാൻ വൈകിട്ട് കാണാം. ഇന്ന് വൈകിട്ട് എടുത്തില്ല, എല്ലാ ദിവസവും വെയിറ്റ് ചെയ്യാം. 2-3 ദിവസമൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ ചെയ്ത് പുകഴ്ത്തിയൊക്കെ പറഞ്ഞ് അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ നോക്കിക്കോണം. അപ്പം എന്നിട്ട് ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം ഞാനാണ് ഈ കുട്ടികൾ. ഞാൻ താങ്ക് യു. എനിക്ക് നമ്മളങ്ങനെ ഡോക്ടറിനെ കണ്ടു.
ഇപ്രാവശ്യം ഡോക്ടർ പറഞ്ഞു ഇപ്പം നമ്മൾ 36 വീക്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എപ്പോൾ പെയിൻ വരുമോ അല്ലെങ്കിൽ വാട്ടർ ബ്രേക്കിങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു നല്ലപോലെ മുടിയൊക്കെ ഉള്ള ബേബിയാണ്. എന്നിട്ടിങ്ങനെ സാധാരണ ഇങ്ങനെ റൗണ്ട് നമ്മളിങ്ങനെ തല ഇങ്ങനെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കാണിക്കുമല്ലോ, അപ്പോൾ ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലൊക്കെ കാണിച്ചു തന്നു കേട്ടോ. വേറൊന്നും ഇല്ല, എല്ലാം കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, സെറ്റാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിഷേട്ടാ 4ാമത്തെ ഫ്ലോറിലോട്ട് ചെല്ലണം, മറന്നു പോകരുത് കേട്ടോ. 4ാമത്തെ ഫ്ലോർ നേരത്തെ പോയിട്ടുള്ളതാണ്. ഫ്ലാറ്റിൻ്റെ അല്ല, ഹോസ്പിറ്റലിൽ 4ാമത്തെ ഫ്ലോറിലോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ഇപ്പം 3ാമത്തെ 4ാമത്തെ പ്രാവശ്യം തോന്നിയാൽ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ ഇടവഴി സൽക്കാരം അല്ലേ, സൽക്കാരം ഇടവഴി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. നല്ല ഊണും മീൻ വറുത്തതും ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. എനിക്ക് പേഴ്സണലി ഞാൻ 3 പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല ഊണായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ പാർക്കിങ്ങേ ഉള്ളൂ, കുറച്ചൊരു സീനുള്ളൊരു സംഭവം. അത് പിന്നെ അനീഷ് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇട്ടിട്ട് വരും. ഇഷ്യൂ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡും കഴിച്ച് വന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അന്നേരം ആ വരുന്ന വഴിക്ക് ലുലുമോളിൽ കയറണമെന്ന് വെച്ചു, പക്ഷെ നടന്നില്ല. നല്ലപോലെ ക്ഷീണമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു വന്ന് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിച്ച് അച്ഛനും അമ്മയും ജിമ്മിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾ 9:30 ആയില്ലേ, 9:30 കഴിഞ്ഞ് ഇവിടുന്ന് ലുലുവിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് പനിഷറിൻ്റെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച് പോകുന്നതാണ് നമുക്ക് 11 മണി വരെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് ഇറങ്ങുമല്ലോ, അതായിരുന്നു അനീഷേട്ടൻ്റെ ഐഡിയ. ആ ഐഡിയ നല്ല ഐഡിയ ആയിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ പടപടാ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങി. നമ്മൾ ആക്ച്വലി ഇന്ന് കുറച്ച് ഇതിപ്പോൾ ഒരു ഡസ്റ്റ്ബിന്നാണ്, ഒരു ചെറിയൊരു ഡസ്റ്റ്ബിന്ന്. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് ഇട്ട് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതുവരെ നമുക്ക് സ്പൈസ് ബോട്ടിൽസ് ഒന്നും സെറ്റായിട്ടില്ലായിരുന്നു. സ്പൈസ് ബോട്ടിൽസ് ഇപ്പോഴും ഞങ്ങൾ വാങ്ങിച്ചില്ല. ഇപ്രാവശ്യം പോയിട്ട് നമുക്കധികം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത് നമ്മൾ സ്നാക്സ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതുപോലത്തെ ഇതേ ഒരു എത്ര എണ്ണം നിശ്ചയ 4 കിട്ടിയോ? അതെ. പിന്നെ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സ്നാക്സ് ഇട്ട് വെക്കാനുള്ള സാധനം വാങ്ങിച്ചു, അപ്പോൾ സ്നാക്സ് വാങ്ങിച്ചില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്നാക്സും വാങ്ങിച്ചു. നമുക്കപ്പോൾ ഓരോന്നായിട്ട് ഇതിനകത്ത് പൊട്ടിച്ചിടാം. ഇത് കേരള മിക്സറാണ് അല്ലേ, ഇതിപ്പോൾ 250 ഗ്രാം മിക്സറാണ്. എന്നിട്ട് ഒരു ഇത്രയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എനിക്കൊരു 300 1/2 കിലോ കൊള്ളത്തില്ല. അപ്പോൾ തന്നെ ഇതിൻ്റെ 3/4 പോർഷനായില്ലേ. നമുക്കിനി ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഓരോന്ന് പൊട്ടിച്ചിടാം. ചിപ്സ് റോസ്റ്റഡ് നട്ട്സ് അല്ലേ, കുറച്ചേ ഉള്ളൂ. നമ്മൾ ഈ ഒരു തട്ടിലാട്ടോ നമ്മുടെ സ്നാക്സ് വെക്കുന്നത്. ശരിക്കും 2 കൂടെ വേണമായിരുന്നു കേട്ടോ. പെറ്റ് എത്ര രൂപയാണ് ചേട്ടാ? 100 രൂപ. നമുക്ക് വലിയ പെറ്റൊന്നും വേണം. കേറുവോ ഇല്ല? അപ്പൊ നമ്മുടെ സ്നാക്സ് പാത്രം റെഡിയായി. ഇത് ട്രിയോയുടെ പാത്രമാണ്. ഇതെത്ര? 1000 1 ലിറ്ററിൻ്റെ. ഇതുപോലത്തെ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം കൂടെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇത് നല്ല കുപ്പിയാണ്. ഇത് എത്ര എണ്ണം വാങ്ങിച്ചു? 1 2 3 5 എണ്ണം. പിന്നെ ആ ട്രിയോടെ തന്നെ ഇത് ഇതൊരെണ്ണേ ഉള്ളൂ. ഇത് എത്ര? 2250 അല്ലേ. പിന്നെ ഇതെല്ലാം നമ്മുടെ ടോയ്ലറ്റിലോട്ടുള്ള ടിഷ്യൂ പേപ്പർ, പിന്നെ മറ്റേ ബാത്റൂം ഫ്രഷ്നർ, പിന്നെ നമുക്ക് ഹാൻഡ് വാഷ് റീഫില്ല്, പിന്നെ ഇത് ബാത്റൂമിലോട്ടല്ലേ.
ഇതിനകത്ത് നൊരണം മാത്രം അപ്പുറത്തെ റൂമിൽ, ബാക്കി എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങളുടെ റൂമിലുണ്ടോ ഹാൻഡ് വാഷ്? ഇല്ല. അപ്പോൾ ആ റൂമിലൂടെ വെക്കാം. ഇത് നമ്മൾ വെക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സാധനങ്ങൾ നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു കമ്പാർട്ട്മെൻറ്റാണ് ഇത്. കണ്ടല്ലോ, നല്ല അളമ്പായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഒരെണ്ണം എടുത്തേക്കാം അല്ലേ? നേരെ വെക്കാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു. നേരെ വെക്കാൻ സ്ഥലമുണ്ടല്ലോ, അതെടുത്ത്. ഈ പുള്ളൗട്ടി താഴെ വെക്കാം അല്ലേ? ഇത് നമ്മൾ ഈ ഒരു ഡിഷ് വാഷർ സൈഡിൽ വരുന്ന കാരണം ഡിഷ് വാഷറും ശരിക്കും ഇവിടെ വാഷിംഗ് മെഷീനുമാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ വാഷിംഗ് മെഷീൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പുള്ളൗട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതെന്നാ വാങ്ങിയാമേ? മൽഗോവ. അതെ, നമ്മുടെ സ്പൈസ് റാക്ക് ഉള്ളൂ, സ്നാക്സ് റാക്ക് സെറ്റായി. ഇനി ഇതുപോലത്തെ കുറച്ചുകൂടെ പാത്രം കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിനകത്ത് ഇങ്ങനത്തെ ഫുൾ പാത്രങ്ങൾ സെറ്റ് ചെയ്തു. ഇനി ഇതും ഞങ്ങൾ പതുക്കെ കേട്ടോ വാങ്ങിക്കുന്നത്, എല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. പതുക്കെ ആവശ്യം അനുസരിച്ച് ഓരോന്നോരോന്ന് വാങ്ങിക്കുന്നത്. എന്നാൽ നമ്മൾ അടുക്കള ഫുൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ സമയം എത്ര അനീഷേട്ടാ? 1 മണി ഉള്ളൂ. 9:00 ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായോ? ലുലു പോയിട്ട് വന്നിട്ട് ഞാനൊരു സ്പൈസ് റാക്ക് ഇതിൻ്റെ ബോട്ടിൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം മതിയോ, നമുക്ക് 2-3 കൂടെ വേണ്ടേ എന്ന് അനീഷേട്ടനാണ് ചോദിച്ചത്. ഓ, അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇവിടെ കഴിയുകയാണ്. പുറകിലൊക്കെ തുണിയൊക്കെ ഇരിപ്പുണ്ട്. അനീഷേട്ടാ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പുതച്ചതാണ് അനീഷേട്ടാ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ, സീ. ടാറ്റ കൊടുക്കുന്നില്ലേ? ടാറ്റ.